ഇതെല്ലാം കന്നി പശുക്കളാണ് അല്ല? ഓക്കെ, 12 പശുക്കളും കന്നി പശുക്കളും എടുത്തേക്കുന്നത്. എല്ലാം നല്ല ഹൈബ്രിഡ് പശുക്കൾ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം നല്ല ഹൈബ്രിഡ് പശുക്കളാണുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം നമുക്ക്. ഇതിൽ എന്നായിരുന്നു ഏട്ടാ വരുന്നത്? നിലമ്പൂരിന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര പശുക്കളെ എടുത്തേട്ടാ മൊത്തം നമ്മളിത്? 6 പശുവിനെ. ആ ഹാ ഹാ. എല്ലാം ഫാമിലേക്കാണോ അത് എടുത്തേക്കുന്നത്? ഫാമിലേക്കാണ് എടുത്തേക്കുന്നത്. ആ ആ. പശുക്കൾ കുട്ടികളെ എടുത്തിട്ടുണ്ടോ നമുക്ക്? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ഫസ്റ്റ് ടൈം ആണോ എന്നൊക്കെ? ആഹാ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആ ഓക്കെ. എങ്ങനെയുണ്ടോ? പശുക്കളൊക്കെ ഇഷ്ടപ്പെടണോ? എങ്ങനെയുണ്ടെന്ന് വില നിലവാരമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? ആ ഹാ. ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുവാണോ? അങ്ങനെയാണ് അപ്പോൾ ഇവരെത്തിച്ച് തരുവാണോ? ആ ഹാ. വേറെ പശുക്കളുണ്ടോ അതോ ഫസ്റ്റ് ടൈം ആണോ ഈ ഫീൽഡിലോട്ട്? ഇനി എടുക്കാൻ വരുന്നുണ്ടല്ലേ? അപ്പോൾ എത്ര പശുക്കളുണ്ട് ഫാമിലി? ഇപ്പോൾ നിലവിൽ എത്ര പശുക്കളുണ്ട് കേട്ടോ? ഉണ്ടല്ലേ? ആ ആ. അപ്പോൾ ആ കുട്ടികളെ 40 ഉണ്ട് അല്ലേ? ഫാമിൻ്റെ പേരെന്താ നിങ്ങളുടെ? കടവ് ഫാം. ആ ആ. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്ന പശുക്കൾ അല്ലേ? പശുക്കളും കുട്ടികളും. കുട്ടികളെ നിങ്ങൾ 6 എടുത്തിട്ടുണ്ട് അല്ലേ പശുവിൻ്റെ കൂടെ തന്നെ? ആ ആ. കുട്ടികൾക്ക് ആവറേജ് എത്ര വെച്ചാൽ ചേട്ടാ റേറ്റ് നമുക്ക് അല്ലേ? ഈ ചിന്താമണി മാർക്കറ്റിനെ കുറിച്ച് എങ്ങനെ കേട്ടോ നമ്മൾ നേരത്തെ? യൂട്യൂബ് നോക്കി കണ്ട് അങ്ങനെ വന്നതാണ്. సత్యకరణ తీసురా ఇదోళ్ళ கொஞ்சம் வெயிட் பண்ணு. பசு ஒரு 3 மேடிச்சிரும். சீக்கிரம் வந்துறேன். என்ன வேணும்? ஓ சச்சடா. பிஜு. சக்சேனா வணக்கம்ண்ணா. எப்படி இருக்கு? நல்லா இருக்கு. നമ്മളിന്ന് കർണാടകയിലെ ചിന്താമണി മാർക്കറ്റിലാണ്. നമ്മളിപ്പോൾ 1 മാസത്തോളമാണ് വീട്ടിൽ ചെയ്യുന്നില്ല. അപ്പം അതിനുശേഷം നമ്മൾ വന്നേക്കുവാണ്. ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിലെ വിശേഷങ്ങളാണ്. ഇപ്പോൾ നമ്മളിന്ന് എത്ര പശുക്കളെ എടുത്തണം മൊത്തം? 14 പശുക്കളെ എടുത്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ ഒരു ടീമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലേക്കായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് അവർ എത്ര പശുക്കളെ എടുത്തണം മൊത്തം? ഇപ്പം 6 കിടാവിനെ എടുത്തിട്ടുണ്ട്. ആ ഹാ ഹാ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും ബാക്കി. അപ്പം ഇതെല്ലാം കന്നി പശുക്കളാണ് അല്ല? ഓക്കെ, 12 പശുക്കളും കന്നി പശുക്കളും എടുത്തേക്കുന്നത്. എല്ലാം നല്ല ഹൈബ്രിഡ് പശുക്കൾ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം നല്ല ഹൈബ്രിഡ് പശുക്കളാണുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കണം? ഓരോ കന്നിയിൽ നമുക്കൊരു 20 ലിറ്ററിന് മേളിൽ പ്രതീക്ഷിക്കാമെന്ന് പറയാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം നമുക്ക്. ഇതിൽ 2 പല്ല്. ആ എല്ലാം നമുക്ക് മോഴ പശുക്കൾ തന്നെയാണ് എല്ലാം. ഇതൊക്കെ നമുക്ക് ആവറേജ് എത്ര രൂപ ആവണം? 90 മുതൽ 1,10,000 വരെയുള്ള റേറ്റിലുള്ള പശുക്കളാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. എല്ലാം കന്നിപ്പശുക്കളാണുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കന്നിപ്പശുക്കൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ? ഫാമിലേക്ക് നിർത്താനൊക്കെ ആണെങ്കിലും നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ പശുക്കൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്കൊരു ആവറേജ് 20 മുകളിലോട്ട് നമുക്ക് പാല് പ്രവേശിക്കും അല്ലേ? പ്രവേശിക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നല്ല ഹൈബ്രിഡ് പശുക്കളാണുള്ളത്. ആ ഓക്കെ. 4 പല്ല്. 4 പല്ല് അല്ലേ? இது இப்ப பல்லு இப்பதான் போடுதேட்டா. இது 4 പല്ലേട്ടാ. 4 പല്ല്. ഇതിനൊരു എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക്? എല്ലാമേ 20 ലിറ്റർ. എല്ലാം 20 ലിറ്റർ പാല് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇപ്പതാ 2 പല്ലേട്ടാ. 2 പല്ല് അല്ലേ? അത്യാവശ്യം നല്ല സൈസുള്ളൊരു പശുവും കൂടാ അതല്ലേ? നല്ല സൈസുള്ള പശു. ഇത് 4 പല്ല്. 4 പല്ല്. ഇപ്പതാ 6ാമത് പല്ല് വരുന്നു കേട്ടാ. 6ാമത് പല്ല്.
2 പല്ല്. 2 പല്ല്. നമുക്ക് ഇതിനകത്ത് പല്ല് നോക്കിയാൽ നമുക്ക് ഇതിന്റെ പ്രായം നമുക്ക് മനസ്സിലാക്കുന്നു കേട്ടോ അല്ലേ? ഇത് ഇപ്പൊ 2 പല്ലേട്ടാ. 2 പല്ല്. ഇത് 4 പല്ല്. 4 പല്ല്. 2 പല്ല്. ഇതെല്ലാം ഒരു 90 മുകളിലോട്ടും 110 വരെ റേറ്റിലുള്ളതാണ്. നമുക്ക് 20 ലിറ്റർ പാലിന് മുകളിലോട്ട് നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. 2 പല്ല്. 2 പല്ല്. ഓക്കെ. നമ്മളിന്ന് എടുത്തതിനകത്ത് ഏറ്റവും നല്ല സൈസ് പശുവാണ് ഇതല്ലേ? ഇതൊരു എത്ര രൂപയാണ് ഇതിന്? നമുക്ക് ഇത് 4 പല്ലേട്ടാ. 4 പല്ല് അല്ലേ? ഇത് രണ്ടും ആവറേജ് എത്ര രൂപയാണ്? ഇത് രണ്ടും 2 റേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു മാർക്കിൻ്റെ പ്രത്യേകത നമുക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരും എന്നുള്ളതാണ്. നല്ല ഹൈബ്രിഡ് കടിഞ്ഞൂൽ പശുക്കളുടെ ഒരുപാട് 1000കണക്കിന് പശുക്കളാണ് ഈ ഓരോ മാർക്കറ്റിലും വരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ പശുക്കളെ നോക്കിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതെല്ലാം നല്ല ഹെവി സൈസ് കടിഞ്ഞൂൽ പശുക്കളാണ് പീക്ക് കാണുന്നതെല്ലാം. നാല് പല്ലണ്ണ. ഇത് 2 പല്ല്. ഓക്കെ. ഇതെല്ലാം ഒരു 10-20 ദിവസങ്ങളിൽ പ്രസവിക്കുന്ന തരത്തിലുള്ള ദിവസം പിടിക്കേണ്ട. ഓക്കെ. 2 പല്ല്. 2 പല്ല്. നാല്. ഓക്കെ. ഇത് നമ്മളിന്ന് എടുത്തതിനകത്ത് ഏറ്റവും സൈസ് കൂടിയ പശുക്കളാവുന്ന ഇതിലാണോ? ഓക്കെ. 2 പല്ലാണ് ഇത്. ഇപ്പത്തെ പല്ല് പോടുത് 2வது പല്ല്. അപ്പോൾ എത്ര പശുക്കളുണ്ട് ഫാമിൽ? ഇപ്പോൾ നിലവിൽ എത്ര പശുക്കളുണ്ട് ചേട്ടാ? ഉണ്ട് അല്ലേ? ഇപ്പോൾ കുട്ടികളെ 40 ഉണ്ട് അല്ലേ? ഫാമിൻ്റെ പേരെന്തായിരുന്നു നിങ്ങളുടെ? കടവ് ഫാം. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്ന പശുക്കൾ അല്ലേ? പശുക്കളും കുട്ടികളെ നിങ്ങൾ 6 എടുത്തിട്ടുണ്ട് അല്ലേ? പശുവിൻ്റെ കൂടെ തന്നെ. കുട്ടികൾക്ക് ആവറേജ് എത്ര വെച്ചാണ് ചേട്ടാ റേറ്റ് നമുക്ക്?
ഇത് രണ്ട് കുട്ടികളെ ഒന്ന് 1:13 ആഹാ 1:52 കുട്ടികളെ നേരത്തെ ഇങ്ങനെ എടുത്ത് നമ്മൾ വളർത്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ് കുട്ടികളെ എടുക്കുന്നത്. ആ ചേന ഉണ്ട്. இல்ல போவான் அண்ணா இது ஓரம் பண்ணலாம் அண்ணா இது ஓரம் பண்ணு